ഹായ് ഹലോ. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാർത്തയാണ് പാമ്പ് കടിച്ച് മരിച്ചു എന്നുള്ളത് അല്ലേ. പടത്തിൽ നമ്മളെല്ലാവരും കേട്ടതാണ് 8 വയസ്സുകാരൻ കിടപ്പുമുറിയിൽ പാമ്പ് കടിച്ച് മരിച്ചു എന്നുള്ളത് അല്ലേ. പിന്നെ ആ വീട്ടിൽ തന്നെ വീണ്ടും ആ പാമ്പിനെ കണ്ടു എന്നുള്ളത്. അപ്പോൾ പലർക്കും എന്താ പറയുക, പാമ്പുകൾക്ക് ശരിക്കും പേരറിയില്ല. അതായത് ഒരേപോലെ പാമ്പുകൾ തന്നെ ഉണ്ട്. അപ്പം ഉദാഹരണത്തിനാണ് ഒന്ന് ശംഖുവരയനും അതുപോലെ തന്നെ വെള്ളിക്കെട്ടനും വെള്ളിവരയനും. ഇതിനെ രണ്ട് പാമ്പിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ശംഖുവരയൻ എന്ന വെള്ളിക്കെട്ടൻ. രണ്ട് പേരുണ്ട്, ശംഖുവരയനും പറയും വെള്ളിക്കെട്ടനും പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേൽക്ക് നോക്കിയാൽ അറിയാം, 2 വര അടുപ്പിച്ച് കാണാം. അതായത് നമ്മൾ 11 ഇട്ട പോലെ 11 ഇട്ട കാണാൻ 2 ഒരുമിച്ച്, പിന്നെ കുറച്ച് വിട്ട് കഴിഞ്ഞിട്ട് 2 ഒരുമിച്ച്. ഇതാണ് വെള്ളിക്കെട്ടൻ്റെ അടയാളം. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഈ വീഡിയോയിലൊക്കെ ശരിക്കും അത് മനസ്സിലാവുന്നുണ്ട്. 2 അടുപ്പിച്ചിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ കണ്ടോ, വെള്ളിക്കെട്ടനും വെള്ളിവരനെയും ഒരുമിച്ച് വെച്ചിട്ടുള്ളതാണത്. മുകളിലുള്ളതാണ് വെള്ളിവരൻ. അതിനെന്താ വെച്ചാൽ നമ്മൾ മീൻ വരിയുന്ന പോലെ നിൽക്കാതെ ഇങ്ങനെ വരഞ്ഞുകൊണ്ട്, അതായത് ആ വെള്ളി വരച്ചും കൊണ്ടേ പോയിരിക്കും. വെള്ളിക്കെട്ടൻ അങ്ങനെയല്ല, 2 വര അടുപ്പിച്ചിട്ട് ഉണ്ടാവും. 2 വര അടുത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 വര, അങ്ങനെയാണ് ഉള്ളത്. വെള്ളിവരൻ്റെ അങ്ങനെയല്ല, ഇങ്ങനെ നിൽക്കാതെ ഒരേ അളവ് തന്നെ വരഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നുള്ളതാണ് അണലി, ചേനത്തണ്ടൻ, വട്ടക്കൂറ. ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അണലിക്ക് ചേനത്തണ്ടൻ പേരുണ്ട്, വട്ടക്കൂറ എന്ന് പേരുണ്ട്. ചേനത്തണ്ടൻ പറയാൻ കാരണം ചേനൻ്റെ തണ്ടമ്മക്ക് നോക്കിയ പോലെയുള്ള ഡിസൈനാണ് ഇതിൻ്റെ മേലുള്ളത്. അതായത് നമ്മൾ കുട്ടികൾ കണ്ണൊക്കെ ചിത്രം വരക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നില്ലേ, ആ ഒരു ഡിസൈനാണ് ഇതിൻ്റെ മേലുള്ളത്. ഇതിനെ കണ്ട് പെരുമ്പാമ്പ എന്ന് പറഞ്ഞുകൊണ്ടും ആൾക്കാർ പിടിക്കാൻ ചെല്ലുന്നുണ്ട്. അപകടമാണ്, പെട്ടെന്ന് കടിക്കേണ്ട സാധനമാണത്. അതായത് ഒരു പ്രകോപനം ഇല്ലാതെ പെട്ടെന്ന് മനുഷ്യനെ ചാടി ആക്രമിക്കുന്ന ഒരു സാധനമാണ് ഈ ചേനത്തണ്ടൻ. കടിച്ചാൽ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവില്ല. ആ സൈസ് സാധനമാണ് ഈ ഒരു ചേനത്തണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ ചൂട് കാലത്താണ് ഇത് നല്ലോണം, അതായത് ചകിരി കൂട്ടിയിട്ട് കൊടുത്ത്, കല്ല് കൂട്ടിയിട്ട് കൊടുത്ത്, അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ഈ അണലിനെ കാണുന്നത്. പിന്നെ ഇതിനെ അറിയാൻ കഴിയില്ല കേട്ടോ. നമ്മൾ ഇലൻ്റെ ഇടയിലൊന്നും കിടന്നാൽ ഇതിനറിയാൻ കഴിയില്ല. ശരിക്കും ശ്രദ്ധിച്ച് നടക്കണം. പിന്നെ നമ്മൾ മൂർഖൻ, കോബ്ര, ഇത് പിന്നെ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചെങ്കിൽ മാത്രമേ അത് ഇങ്ങോട്ട് ആക്രമിക്കുക. നമ്മൾ ഇട്ട് ചവിട്ടുക, അല്ലെങ്കിൽ മടിയിലെ ഇതിൽ കല്ല് കുത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിനെ കടിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫണം വിടർത്തുന്നത്, ഇതിന് ഫണം എന്ന് പറയാം കേട്ടോ. ആ വിടർന്ന് നിൽക്കുന്നതാണ് തലഭാഗം. അത് വിടർന്ന് പേടിക്കുന്ന സമയത്താണ് അത് വിടർത്തി നിൽക്കുക കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും അതൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നീർന്നിരിക്കും. അപ്പോൾ ഇതിന് ഫണം എന്നും പറയും, പത്തി എന്നും പറയും. അതായത് നമ്മളെ ചട്ടിയുടെ ഒക്കെ കഴിയുണ്ടല്ലോ, അതിൻ്റെ പിടി പോലെയാണ് ഇതിൻ്റെ ആകൃതി കേട്ടോ. അപ്പോൾ നമ്മൾ അത് നോക്കിയാൽ മനസ്സിലാവും. ചേരക്കത് ഉണ്ടാവില്ല, അത് നടന്ന് പോകുമ്പോൾ തന്നെ, അരിച്ച് പോകുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ കഴിയും കേട്ടോ. പിന്നെ ഇതാണ് രാജവെമ്പാല. ഇത് പിന്നെ ആരെയും കടിച്ചിട്ട് മരിച്ചതായിട്ടും അങ്ങനെ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ 1 or 2 പേര് മാത്രമേ ഉള്ളൂ. ഇതാരും ഉപദ്രവിക്കലുമില്ല, പക്ഷെ കണ്ട എല്ലാവർക്കും ഭയങ്കര പേടിയാണാനും. രാജവെമ്പാല എന്ന പേര് തന്നെ ഒരു രാജനാണ്. പിന്നെ ഇതാണ് മണ്ണൂലി. ഈ മണ്ണൂലിനെ കണ്ടിട്ടും പലരും അത് അണലിയാണെന്നും പെരുമ്പാമ്പാണെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മണ്ണൂലി നമ്മൾ ചകിരിയൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് അതിലൊക്കെ കാണാം. പക്ഷേ ആൾ എന്താ പറയുക, സൈലൻ്റാണ്, കടിക്കും, ഇതില്ല കേട്ടോ, വിഷമല്ല. ഇതാണ് നമ്മളെ പൈത്തൻ, ആനക്കൊണ്ട. ഈ ആനക്കൊണ്ടൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ഈ ആനക്കൊണ്ടക്കൻ്റെയും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അണലിയും ഒരുപോലെയാണ് എന്നുള്ള ചിന്തയിലുണ്ട്. പലരും ഈ പെരുമ്പാമ്പിനെ പിടിക്കുമ്പോൾ അണലിയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കുക. അപ്പോൾ അണലിക്കും പെരുമ്പാമ്പിനും നല്ല വ്യത്യാസമുണ്ട്. ഒരുപോലെ പെരുമ്പാമ്പിന് കണ്ട ഡിസൈനിൻ്റെ വ്യത്യാസമുണ്ട്. അതിന് മേല് നിറയെ, അതിൻ്റെ ശരീരം നിറയെ അതിൻ്റെ ആ ഡിസൈന്, ആ കറുപ്പില്ലേ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അണലിക്ക് അങ്ങനെയല്ല, ചേനൻ്റെ ആകൃതി പോലെ കണ്ണ് രൂപത്തിലുള്ള ആകൃതി.